സുരേഷ് ഗോപി നടൻ എന്നുള്ള നിലയിൽ നല്ല അഭിപ്രായമാണ്. നടൻ എന്നുള്ള നിലയിൽ രാഷ്ട്രീയത്തിന് നല്ല അഭിപ്രായമല്ല. അത് വെച്ചാൽ ആളെ വങ്കത്തരങ്ങൾ പറയുന്ന കാരണം, വങ്കത്തരങ്ങൾ ഒപ്പിക്കുന്ന കാരണം. അത് നല്ല മനുഷ്യനാണ്. ഉപകാരങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ഉണ്ടായിട്ടില്ല. ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂര് ജനങ്ങൾ വോട്ടെടുത്ത് ജയിപ്പിച്ചു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ സുരേഷ് ഗോപി തൃശ്ശൂരുകാർക്ക് എന്തെങ്കിലും ചെയ്യാതെ വിട്ടു പോകുന്നുണ്ടോ? ചെയ്യാതെ വിട്ടു പോകുന്നുണ്ടെന്നല്ല ഇപ്പൊ അറിയുന്നത് മൊത്തത്തില്. എല്ലാവരും കള്ളവോട്ട് വിവാദമുണ്ട്. അതല്ലാണ്ട് തന്നെ ഒന്നാമത്തത് ആൾക്ക് കറക്റ്റ് ഇങ്ങനെ ഒരു എങ്ങനെ സംസാരിക്കണം എന്നുള്ളതൊന്നും അറിയില്ല. ആള് ഒരു വലിയ ധാർഷ്ട്യം പോലെ കാണിക്കലാണ്. അതാണ് എടുത്താണ് പിടിച്ചു പഠിച്ചാണ്. ഇപ്പൊ അതൊന്നും അങ്ങനെ തോന്നുന്നത്. എന്ത് വികസനം കൊണ്ടുവന്നത്? എവിടാ തൃശ്ശൂര് നോക്ക് ഇപ്പൊ. അതെ, തൃശ്ശൂർ റോഡും വളരെ മോശമാണ്. ശരി, ഓക്കെ. നല്ല അഭിപ്രായം. ഒരു നടനായിട്ടാണോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായിട്ടാണോ? ഇല്ല, നമ്മളൊരു നേതാവായിട്ട് കാണുന്നത്. നേതാവായിട്ട്. സുരേഷ് ഗോപിക്കെതിരെ വരുന്ന വിമർശനങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മളതിന് ശക്തമായി എതിർക്കും. നല്ലൊരു നേതാവാണ്. നമ്മൾ ഈ സമൂഹം സുരേഷ് ഗോപിനെ നശിപ്പിക്കാൻ ഒരു ശ്രമം നടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? കുറച്ച് കേരളത്തില്. എന്താ? കേരളത്തിലുണ്ട്. സുരേഷ് ഗോപി ഒരു നേതാവായിട്ടാണല്ലോ പുള്ളിക്ക് താങ്കൾക്ക് ഇഷ്ടം. അങ്ങനെ തോന്നാനുള്ള കാരണം എന്തായിരുന്നു? നല്ലൊരു ഇതാ, കാരണം രാജ്യസ്നേഹിയാണ്. അതുകൊണ്ട്. ചേട്ടന്റെ സ്ഥലം? ഞാൻ കണ്ണൂരാ. ഓക്കെ. അപ്പോ സുരേഷ് ഗോപി നടത്തുന്ന വികസനത്തെ കുറിച്ചൊക്കെ എങ്ങനെയാ കണ്ടത്? നല്ല അഭിപ്രായം. തൃശ്ശൂരൊക്കെ നല്ല പുരോഗതിയല്ലേ. പക്ഷെ പ്രശ്നങ്ങൾ വരുമ്പോ പുള്ളി പ്രതികരിക്കാതിരിക്കുന്നില്ലേ? പ്രതികരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ കന്യാസ്ത്രീ വിഷയത്തിലാണെങ്കിലോ ഈ അടുത്ത് നടന്ന പല വിഷയങ്ങളിലും പുള്ളി വോട്ട് കള്ള വോട്ട് വിവാദം അടക്കമുള്ള കാര്യങ്ങളിലൊന്നും എല്ലാ രാഷ്ട്രീയക്കാർ പറയുന്നില്ലേ. അതിനൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നാണ്. ഇല്ല. സുരേഷ് ഗോപിനെ കുറിച്ച് എന്താ അഭിപ്രായം? സുരേഷ് ഗോപിനെ കുറിച്ചിട്ട് നല്ലൊരു നടനാണ്. പിന്നെ രാഷ്ട്രീയക്കാർ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അത്ര പോരാ. പേഴ്സണലി നല്ല ക്യാരക്ടറാണ്, നല്ല മനുഷ്യനാണ്. പക്ഷെ രാഷ്ട്രീയത്തിൽ പോരാ. രാഷ്ട്രീയത്തില് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാഗ്വാദങ്ങൾ ഇല്ലെന്നാണോ, പ്രവർത്തനം ഇല്ലെന്നാണോ? വാഗ്വാദങ്ങള് ഒരു രാഷ്ട്രീയക്കാരനായിട്ട് അവന് പറ്റില്ല. നല്ലൊരു വ്യക്തിപരമായിട്ട് ആൾ കുഴപ്പമില്ല. നല്ലൊരാള്. ഒരു സാധാരണ ഒരു രാഷ്ട്രീയക്കാർക്ക് പറ്റിയൊരു ഇതല്ല ആളുടെ ഉണ്ടാവുക. അല്ല, തൃശ്ശൂരില് ഒരുപാട് വോട്ട് വിവാദം വന്നല്ലോ. അതെ. ആ സമയത്തൊന്നും പ്രതികരിക്കാതിരിക്കുക. അതെ. കന്യാസ്ത്രീ വിഷയം വന്ന സമയത്ത് പ്രതികരിക്കാതിരിക്കുക. അതെ. ഈ പ്രതികരിക്കാതിരിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരന്റെ ഗുണനിലവാരം കുറയ്ക്കുമോ? അത് കുറയ്ക്കും. അതിനെന്തായാലും പ്രതികരിക്കണമല്ലോ. എന്ത് കാര്യം വരുമ്പോഴും അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് പറയണമല്ലോ. അപ്പോൾ അത് കുറച്ച് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും വരാത്തതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. എല്ലാവർക്കും അങ്ങനെ പോകും. എല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം പറയുന്നതാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതെ. പത്രസമ്മേളനം ഉണ്ടല്ലോ. അതെ. വളരെ നല്ല നടനാണ്. ഓക്കെ. രാഷ്ട്രീയമായിട്ടൊന്നുമില്ല. നടനുപരിയായിട്ട് നടനായിട്ടേ നമുക്ക് അറിയൂ. ഓക്കെ. നല്ല നടൻ. നടൻ എന്നുള്ളത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ.